അവൻ കഞ്ചാവിന് അടിമയായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള KCYM പിള്ളേരെല്ലാം കൂടി അവനെ ഡിവൈനിൽ കൊണ്ടുപോയി. അന്ന് പനക്കലച്ചനാണ്. അവൻ അവിടെ ചെന്ന് ധ്യാനമൊക്കെ കൂടി. പിന്നെ അവൻ കുറെ നാൾ പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും പറഞ്ഞു. അത് കഴിഞ്ഞ് അവനിലേക്ക് 7 പിശാച് കയറി. ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ. പഴയതിനേക്കാളും മോശമായി. പള്ളിയുടെ മുമ്പിൽ വന്ന് അവൻ പുകവിട്ട് കർത്താവിന്റെ നെഞ്ചത്തേക്ക് വിടണേണ്. അപ്പൊ വികാരിയച്ഛനൊരു പ്രായമുള്ള വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ പറഞ്ഞു, എടാ തോമസേ, പള്ളിയിൽ എന്തോരം സ്ഥലമുണ്ട്, എന്തിനാ നീ കർത്താവിന്റെ മുൻപിൽ വന്ന് പുകവലിച്ച് കർത്താവിന്റെ നെഞ്ചത്തേക്ക് വിടുന്നത്? അവൻ പറഞ്ഞ, അച്ഛൻ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ? മംഗലപ്പുഴ സെമിനാറിൽ ഞാൻ 13 വർഷം പഠിച്ചാണ്. അച്ഛന് സങ്കീർത്തനം അറിയാമോ? എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം. എങ്കിലേ അച്ഛനൊരു ചുക്കും അറിയാൻ പാടില്ല. വായിക്കച്ചോ വചനം. സങ്കീർത്തനം 18:8. അച്ഛൻ നോക്കിയപ്പോ അവന്റെ നാസികയിൽ നിന്നും ധൂമപടലം ഉയരുന്നു, വായിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെട്ടു, കനലുകൾ കത്തിജ്വലിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്ന് എല്ലാവരും വാ പൊളിച്ചാൽ വചനമാണ് പറയുന്നത്. കേരളത്തിലെ 115 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എത്ര എണ്ണമാണ്? അതിന്റെ തറവാട്ടിൽ നിന്നാണ് നെൽസൺ ജോബച്ചൻ വരണത്. ഏതാണ് കേരളത്തിലെ ധ്യാന കേന്ദ്രത്തിന്റെ തറവാട്? മഞ്ഞുമ്മൽ CRC. അത് കഴിഞ്ഞാണ് ഭരണങ്ങാനം, അസീസി, മുരുങ്ങൂര്, ഇങ്ങനെ പോട്ട, ഇങ്ങനെ എല്ലാം വന്നത്. അപ്പൊ തട്ടുകട പോലെയാണ് ധ്യാന കേന്ദ്രം. വാ പൊളിച്ചാൽ എല്ലാവരും വചനവും പറയണത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് മേരി. നിന്റെ പേരെന്താ? ട്രീസ. നിന്റെ പേരെന്താ? ആന്റണി. നിന്റെ പേരെന്താ? ജോർജ്. നിന്റെ പേരെന്താ? അവറാച്ചൻ. നിന്റെ പേരെന്താ? 2 പത്രോസ് 1. പേര് വചനത്തിലാ പറഞ്ഞേക്കണം, 2 പത്രോസ് 1. അപ്പൊ എല്ലാവരും ചിരിക്കണുണ്ട്. എനിക്ക് മനസ്സിലായി, ഇവൻ ആള് പെശകാണെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചടാ, മോനെ നിന്റെ പേരെന്താണ്? 2 പത്രോസ് 1. എന്താണ് അതിന്റെ അർത്ഥം? പത്രോസ് ചേട്ടന്റെ 2ാം കെട്ടിലെ 1ാമത്തെ മോനാണ്. ഇന്ന് വാ പൊളിച്ചാൽ എല്ലാവരും വചനമാ പറയുക. ഒരു ചെറുപ്പക്കാരൻ, ഒരു ഇടവക, അവൻ കഞ്ചാവിന് അടിമയായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള KCYM പിള്ളേരെല്ലാം കൂടി അവനെ ഡിവൈനിൽ കൊണ്ടുപോയി. അന്ന് പനക്കലച്ചനാണ്. അവൻ അവിടെ ചെന്ന് ധ്യാനമൊക്കെ കൂടി. പിന്നെ അവൻ കുറെ നാൾ പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും പറഞ്ഞു. അത് കഴിഞ്ഞ് അവനിലേക്ക് 7 പിശാച് കയറി. ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ. പഴയതിനേക്കാളും മോശമായി. പള്ളിയുടെ മുമ്പിൽ വന്ന് അവൻ പുകവിട്ട് കർത്താവിന്റെ നെഞ്ചത്തേക്ക് വിടണേണ്. അപ്പൊ വികാരിയച്ഛനൊരു പ്രായമുള്ള വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ പറഞ്ഞു, എടാ തോമസേ, പള്ളിയിൽ എന്തോരം സ്ഥലമുണ്ട്, എന്തിനാ നീ കർത്താവിന്റെ മുൻപിൽ വന്ന് പുകവലിച്ച് കർത്താവിന്റെ നെഞ്ചത്തേക്ക് വിടണത്? അവൻ പറഞ്ഞ, അച്ഛൻ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ? മംഗലപ്പുഴ സെമിനാറിൽ ഞാൻ 13 വർഷം പഠിച്ചാണ്. അച്ഛന് സങ്കീർത്തനം അറിയാമോ? എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനം. എങ്കിലേ അച്ഛനൊരു ചുക്കും അറിയാൻ പാടില്ല. വായിക്കച്ചോ വചനം. സങ്കീർത്തനം 18:8. അച്ഛൻ നോക്കിയപ്പോ അവന്റെ നാസികയിൽ നിന്നും ധൂമപടലം ഉയരുന്നു, വായിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെട്ടു, കനലുകൾ കത്തിജ്വലിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ ഇന്ന് എല്ലാവരും വാ പൊളിച്ചാൽ വചനമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കൺവെൻഷനിലും അച്ഛൻ വചനമാണ് പറയുന്നത്. ഈശോ എങ്ങനെയാണ് വചനം പറഞ്ഞത്? ഇപ്പൊ നോർബിൻ അച്ഛൻ പറഞ്ഞതുപോലെ നെൽസൺ ജോബച്ചൻ പറയാൻ പോകുന്ന സന്ദേശം ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. ഉപമകളിലൂടെയാണ് ഈശോ ബൈബിൾ കൺവെൻഷൻ നടത്തിയത്. ഉപമകളിലൂടെ അല്ലാതെ അവനൊന്നും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്താണ് ഉപമ? എന്താണ് ദൈവവചനം? വചനം എങ്ങനെ ധ്യാനിക്കണം? വചനം ഫലമണിയുവാൻ വേണ്ടി വചനം, വചനം വ്യക്തമാകണം, ചലനാത്മകമാകണം, നമ്മോട് കൂടെ ആകണം. എന്നിട്ട് ബൈബിളിലെ കുറെ വചനങ്ങൾ എടുത്ത് അച്ഛൻ വ്യാഖ്യാനിക്കും. ഇതായിരിക്കും നമ്മുടെ ഒരു 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വചനപ്രഘോഷണം. അപ്പൊ അച്ഛൻ ഇപ്പോ ആരംഭിച്ചു. 7:30 ബ്രേക്ക് അച്ഛനിടും. ഒരു 35 മിനിറ്റാണ് ഇനി പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമായിട്ടാ ഒരു ആത്മാവെങ്കിലും ഡയറി കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബാക്കി എല്ലാവരും ബൈബിൾ പണ്ഡിതന്മാരാണെന്ന് അച്ഛൻ മനസ്സിലായി. ബൈബിൾ കൺവെൻഷന് ബൈബിൾ കൊണ്ടുവരുന്നതും ഒരു നോട്ട്ബുക്ക് ഉണ്ടാകുന്നതും നന്നായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, വചനം വഴിയരികിലും മുൾച്ചെടിയിലും പാറപ്പുറത്തും വീഴും, നല്ല നിലത്ത് വീഴൂല.
ഇവിടെ കൂടി കേട്ടിട്ട് പള്ളിപ്പുറത്തേക്ക് പോകും, ഇവിടെ കൂടി കേട്ടിട്ട് കൊച്ചിയിലേക്ക് പോകും. അതാണ് വചനം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ മുൻപിൽ തന്നെ വന്നൊരു സഹോദരി ഡയറിയുമായിട്ടിരിക്കുകയാണ്. അച്ഛൻ അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനമാക്കിയിട്ടിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ വചനം പറയാൻ പോണേണ്. മാർക്കോസ് 4:33 പറഞ്ഞേ. വചനം പറഞ്ഞുതരാം. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചില്ല. ഒന്നുകൂടി പറയാം. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചില്ല. അപ്പൊ എന്താണ് ഉപമ? പണ്ട് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ അത് ഉപമയായിടും. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അത് സാഹിത്യമാണ്. പക്ഷെ അച്ഛൻ സാഹിത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ബൈബിൾ കൺവെൻഷനില് എന്താണ് ഉപമ? ഈശോ ബൈബിൾ കൺവെൻഷൻ നടത്തിയത് ഉപമകളിലൂടെയാണ്. എന്താണ് ഉപമ? ഉപമ എന്നുള്ള വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായാണ്. പാരാബോളെ. പറഞ്ഞേ, പാരാബോളെ. ഗ്രീക്ക് സംസാരിക്കണം വൈപ്പിൻകാർ. പാരാബോളെ. പാരാമോളെ എന്നല്ല, അത് വീട്ടില് അമ്മായിയമ്മ ഒരു മോളോട് പറയാം. പാരാമോളെ അല്ല, പാരാബോളെ. പാരാബോളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരികിലിട്ട് കൊടുക്കുക, ഹൃദയത്തിലിട്ട് കൊടുക്കുക, മനനം ചെയ്യാൻ വിട്ടുകൊടുക്കുക, ധ്യാനത്തിനായിട്ട് വിട്ടുകൊടുക്കുക. അതാണ് പാരബിളിന്റെ അർത്ഥം, ഉപമയുടെ അർത്ഥം. എന്താണ്? ധ്യാനത്തിനായിട്ട് വിട്ടുകൊടുക്കുക, വിചിന്തനത്തിനായിട്ട് വിട്ടുകൊടുക്കുക, മനനത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നതിനെയാണ് ഉപമ എന്ന് പറയുന്നത്. ഉപമയ്ക്ക് 3 പ്രത്യേകതയുണ്ട്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. എന്താണ്? ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങൂല. അല്ലെങ്കിൽ നെൽസൺ ജോബച്ചൻ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇങ്ങോട്ട് വായിച്ച എന്ന് പറയും. അപ്പൊ എന്റെ ഈ ശൈലി ഒരു ടീച്ചിങ് മെത്തേഡാണ്. അപ്പൊ നിങ്ങളത് പറയുകയും ചെയ്യും, മനസ്സിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ധ്യാനിപ്പിക്കാം, അങ്ങനെ പഠിപ്പിക്കും. അപ്പോ ഈ പാരബിളിന്റെ പ്രത്യേകത 3 പ്രത്യേകതയാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. 2, എല്ലാവർക്കും മനസ്സിലാകും. വിദ്യാഭ്യാസം ഉള്ളവനും മനസ്സിലാകും, അല്ലാത്തവനും മനസ്സിലാകും. മുതിർന്നവർക്കും മനസ്സിലാകും, ചെറുപ്പക്കാർക്കും മനസ്സിലാകും. 3, അവിടെ ഒരു ആത്മീയ സന്ദേശമുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് 4 സുവിശേഷത്തിലും ഈശോ പറഞ്ഞ ഉപമയ്ക്കുള്ളത്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. എല്ലാവർക്കും മനസ്സിലാകും. അവിടെ സ്വർഗീയ സന്ദേശമുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് തന്നെ അച്ഛൻ പറയിപ്പിക്കാം. ഈശോ വഞ്ചിയെന്നും വലയെന്നും പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? മുക്കേർക്ക് മനസ്സിലായി. പടിഞ്ഞാറ് വശത്താണ്. വഞ്ചിയെന്നും വലയെന്നും പറഞ്ഞപ്പോ ഗലീലിയ കടൽ തീരത്തുള്ള എല്ലാവർക്കും മനസ്സിലായി. പത്രോസിനും മനസ്സിലായി. എടാ, ഇത് നമ്മുടെ ഭാഷയല്ല, ഇത് നമ്മുടെ ഭാഷയല്ല. വഞ്ചിയെന്നും വലയെന്നും പറഞ്ഞപ്പോ ഈശോയ്ക്ക് സ്വർഗരാജ്യം കടലിലെറിഞ്ഞ വലയോട് അല്ലെ സദൃശ്യമാണ് എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് മനസ്സിലാവണേന്. ഇനി വിത്തെന്നും വയലെന്നും പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? കർഷകർക്ക് മനസ്സിലായി. ഉപ്പെന്നും പുളിമാവെന്നും പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? വീട്ടമ്മമാർക്ക് മനസ്സിലായി. നിങ്ങളാണ് ഈ കടുകിന്റെ പ്രയോഗമൊക്കെ നടത്തുന്നത് അല്ലെ, പുളിമാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കായി. വീണ്ടും താലന്തെന്നും മുത്തെന്നും പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? ബിസിനസ്സുകാർക്ക് മനസ്സിലായി. വീണ്ടും ആടുകളെ കുറിച്ച് പറഞ്ഞപ്പോഴോ വയലുകളെ കുറിച്ച് പറഞ്ഞപ്പോഴോ ആട്ടിടയന്മാർക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ കുറച്ച് സിസ്റ്റേഴ്സ് ഇരിപ്പുണ്ടേ. ഈശോ 10 കന്യകമാരെ കുറിച്ച് പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? ഇവർക്ക് മനസ്സിലായെന്നേ. പിന്നെ നമുക്കിട്ട് വെച്ചിട്ടുണ്ട് നല്ല ശമറിയക്കാരന്റെ ഉപമ. നല്ല ശമറിയക്കാരന്റെ ഉപമ പറഞ്ഞപ്പോ ആർക്ക് മനസ്സിലായി? അച്ഛന്മാർക്കും മനസ്സിലായി, വക്കീലുമാർക്കും മനസ്സിലായി. അപ്പൊ കർത്താവായി ഈശോ പറഞ്ഞ ഉപമ ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ തട്ടുന്ന ഭാഷയിലാ കർത്താവ് ഉപമ പറഞ്ഞത്. നെൽസൺ ജോബച്ചൻ ഒരു ഉപമ പറയട്ടെ, ഒരു ഉപമ പറയട്ടെ നിങ്ങളുടെ അനുവാദത്തോടെ. മധുരം വയ്ക്കട്ടെ എന്ന് ചോദിച്ചതുപോലെ നിങ്ങളുടെ അനുവാദത്തോടുകൂടി അച്ഛൻ പറയാമോ. ഉപമ ആരെക്കുറിച്ചുമല്ല, ബുദ്ധമതാശ്രമം. ആരെക്കുറിച്ചാണ്? ബുദ്ധമതാശ്രമം. ഒരു ബുദ്ധമതാശ്രമം. ആശ്രമത്തിന്റെ മുൻപിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചേക്കണ എന്താണ്? മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലേക്ക് സ്വാഗതം. അതാണ് ബസ്സിന് വരുമ്പോ കാണുന്ന ഒരു ബോർഡ് അല്ലെ. ഇതുപോലെ ഈ സന്യാസ ഭവനത്തിന്റെ മുൻപിൽ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാഗതം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒരു സംവാദത്തിൽ തോൽപ്പിക്കണം. ആശ്രമത്തിന്റെ പേര് ബുദ്ധവിഹാർ, ബുദ്ധന്റെ വീട്, ഹൗസ് ഓഫ് ബുദ്ധ. മനസ്സിലായോ? എന്താ അരുൺ മിണ്ടാത്തത്?
ലാസറൊന്നും ഉയർത്തെഴുന്നേറ്റല്ലേ ഇപ്പൊ? ആ, മനസ്സിലായോ? ബുദ്ധമത ആശ്രമത്തിന്റെ പേരെന്താണ്? ബുദ്ധവിഹാർ. അതിന്റെ മുൻപിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് സ്വാഗതം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒരു സംവാദത്തിൽ തോൽപ്പിക്കണം. നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് പോവാ അല്ലേ? അതിന്റെ ഉള്ളിൽ 2 സന്യാസിമാരുണ്ട്. ഒന്ന് ബുദ്ധിമാനായ സന്യാസി, 2 ഒറ്റക്കണ്ണൻ സന്യാസി. ആശ്രമത്തിൽ 2 സന്യാസിമാരാണുള്ളത്. ബുദ്ധിമാനായ സന്യാസിയും ഒറ്റക്കണ്ണ സന്യാസി. ഒരു ദിവസം വഴിയിലൂടെ കടന്നുപോയ വഴിപോക്കൻ സന്യാസി ഈ ബോർഡ് കണ്ടു വന്ന് മണിയടിച്ചു. ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൽ മണിയുമുണ്ട്, കോളിംഗ് ബെല്ലും ഉണ്ട് കേട്ടോ. ഇയാൾ വന്ന് മണിയടിച്ച ഉടനെ വാതിൽ തുറന്നു. സാധാരണ ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൽ വന്നാൽ മണിയടിച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതങ്ങനെയല്ല, അടിച്ച ഉടനെ വാതിൽ തുറക്കണേ. ആള് ഞെട്ടിപ്പോയി. ചോദിച്ചു, എന്താ വന്നത്? ഈ ബോർഡ് കണ്ട് സംവാദത്തിന് വന്നതാ. ശരി, വാതിൽ തുറക്കാൻ കാരണം ഞാൻ അടുത്ത വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയായിരുന്നു, അതുകൊണ്ട് ഉള്ളിലേക്ക് വരൂ. അങ്ങനെ ഉള്ളിൽ സൽക്കാര മുറിയിൽ സ്വീകരിച്ചു. അല്ല, അപ്പോ സംവാദം എങ്ങനെ? സംവാദം തൽക്കാലം ഉള്ളിലൊരു സന്യാസിയുണ്ട്, ആൾ തുടങ്ങി വയ്ക്കും, ഞാൻ ഉടനെ വരാം, എന്നിട്ട് തുടരാം. എന്നിട്ട് ഉള്ളിൽ ചെന്ന് നമ്മുടെ ഒറ്റക്കണ്ണൻ സന്യാസിയോട് പറഞ്ഞു, ഒരാള് സംവാദത്തിന് വന്നിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് അടുത്ത വീട് വരെയും പോകണം, ഞാൻ 2-3 മിനിറ്റിനുള്ളിൽ വരാം, നീ ചെന്ന് സംവാദം തുടങ്ങി. സംവാദം വാചകത്തിൽ വേണ്ട, കാരണം നീ വാ പൊളിച്ചാൽ വിടുവായേ വിടും. അതുകൊണ്ട് നീ ആംഗ്യ ഭാഷയിൽ തുടങ്ങി വയ്ക്ക്, ഞാൻ വന്ന് തുടർന്നോളാം. അങ്ങനെ നമ്മുടെ ഒറ്റക്കണ്ണൻ സന്യാസി വന്നു. വഴിപോക്കൻ സന്യാസിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഒരു നല്ല ചായ കൊടുത്തു, ചൂടുള്ള ചായ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ആശ്രമത്തിൽ സംവാദം ആമുഖത്തിൽ ആംഗ്യ ഭാഷയിലാണ്, പിന്നീട് വാചകത്തിൽ തുടരും. ഞെട്ടിപ്പോയി. നമുക്കറിയാലോ സംവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒരു ടഗ് ഓഫ് വാർ പോലെയാണ്, ഒരു വടംവലി പോലെയാണ് അല്ലെ, ഉരുളക്കുപ്പേരി പോലെയാണ്. സംവാദം എന്ന് വെച്ചാൽ മനസ്സിലായല്ലേ? വാദമല്ല, പലതരം വാദമുണ്ട്, അതല്ല ഈ സംവാദം. വാചക കസർത്ത. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ ആദ്യം ആംഗ്യ ഭാഷയിലാണ്. ഞെട്ടിപ്പോയി. ഒരിടത്തും ആംഗ്യ ഭാഷയിൽ സംവാദം നടത്താറില്ല അല്ലേ? എങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതി ചോദിച്ചു, ആര് തുടങ്ങും? താൻ തുടങ്ങ്, താനല്ലേ സംവാദത്തിന് വന്നത്. അങ്ങനെ നമ്മുടെ വഴിപോക്കൻ സന്യാസി കരങ്ങൾ കൂപ്പി കണ്ണടച്ചിരുന്നു. എന്നിട്ട് ഒരു വിരല് കാണിച്ചു. ആംഗ്യ ഭാഷയാണ് കേട്ടോ. ഒരു വിരല് കാണിച്ചു. ഉടനെ നമ്മുടെ ഒറ്റക്കണ്ണൻ സന്യാസി 2 വിരല് കാണിച്ചു. പെട്ടെന്ന് നമ്മുടെ വഴിപോക്കൻ സന്യാസി 3 വിരല് കാണിച്ചു. 3 വിരല് കാണിച്ച ഉടനെ മൂക്കിനിട്ട് നോക്കി ഇടി വെച്ചു കൊടുത്തു. ഇടി കൊണ്ട് ചോര വാർന്നൊഴുകി. ചോര വരിക എന്ന് വെച്ചാൽ തോൽവിയല്ലേ. ആളുടനെ കാല് തൊട്ട് പ്രണമിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ വാക്കുപാലിച്ചുകൊണ്ട് 3 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ ബുദ്ധിമാനായ ശ്രേഷ്ഠൻ വന്നു. ചോദിച്ചു, തടഞ്ഞു നിർത്തി, അല്ല സംവാദം എത്ര വേഗം കഴിഞ്ഞോ? ഉവ്വ്. തന്റെ മുഖത്തെന്തൊരു മ്ലാനത, മൂക്കിന്ന് ചോര വരുന്നുണ്ടല്ലോ. ഉടനെ പറഞ്ഞു, ഒത്തിരി ആഗ്രഹത്തോടെയാണ് ഇവിടെ വന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് സംവാദത്തിന് പോകുന്നതാണ്. താങ്കൾ എന്നെ സ്വീകരിച്ചു, സന്തോഷം. പിന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് ഒറ്റക്കണ്ണൻ സന്യാസിയാണ്. കണ്ണൊന്നേ ഉള്ളൂ, കഴമ്പില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കണ്ണൊന്നേ ഉള്ളെങ്കിലും കഴമ്പുള്ള ആളാണെന്ന് ബോധ്യായി. അതിന്റെ അടയാളമാണ് ഈ കാണുന്നത്. ചോദിച്ചു, എന്താ സംഭവിച്ചത്? എനിക്ക് അദ്ദേഹം ഒരു ചായ തന്നു. നല്ല സന്യാസി, മര്യാദയുള്ള സന്യാസി. എന്നിട്ട് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. സംവാദം ആദ്യത്തിൽ ആംഗ്യ ഭാഷയിലാണ്. ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. ആംഗ്യ ഭാഷയിൽ ആരും സംവാദം നടത്താറില്ല. എങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതി ഞാൻ ഒരു വിരല് കാണിച്ചു. അതിന്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചാവാം സംവാദം. ഞാൻ ഒരു വിരല് കാണിച്ചുകൊണ്ട് പറയായിരുന്നു, ഇത് ബുദ്ധമത ആശ്രമല്ലേ, ദൈവത്തെക്കുറിച്ചാവാം സംവാദം. പെട്ടെന്ന് അയാള് 2 വിരല് കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതിന്റെ മെസ്സേജ് എന്താണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചോ? ഇടോ മനുഷ്യ, ബുദ്ധൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ എത്ര വർഷം ഇരുന്നിട്ടാണ് ദൈവത്തെ കണ്ടെത്തിയത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും ബുദ്ധനെ കുറിച്ചും ആകാമല്ലോ. ഞാൻ ഉടനെ 3 വിരല് കളിച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അർത്ഥം, ഓ അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ചും ബുദ്ധനെക്കുറിച്ചും ബുദ്ധന്റെ പഠനത്തെക്കുറിച്ചും ആവാം. പെട്ടെന്ന് മൂക്കിനിട്ട് നോക്കി ഇടിയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കി. ഇടോ മനുഷ്യ, ദൈവമായാലും ബുദ്ധനായാലും ബുദ്ധന്റെ പഠനമായാലും ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ജ്ഞാനോദയം തനിക്കുണ്ടോ?
ഞാൻ തോറ്റു, ഞാൻ പോവുക. ഇനി ആശ്രമശ്രേഷ്ഠനല്ലേ അറിയൂ ആശ്രമത്തിന്റെ ഉള്ളിലുള്ള ഒറ്റക്കണ്ണൻ സന്യാസിയുടെ ഉള്ളിലിരിപ്പ്, വായിലിരിപ്പ്, കയ്യിലിരിപ്പ്. വന്ന ഉടനെ ചൂടായി, ചതി, കൊലച്ചതി. എന്താ പ്രശ്നം? എന്താ പ്രശ്നമല്ല, താനല്ലേ പറഞ്ഞത് സംവാദം ആംഗ്യത്തിൽ മതിയെന്ന്. അതേ ഞാൻ തന്നെ പറഞ്ഞത്. എന്താ ഉണ്ടായെന്നോ? ഞാൻ അയാൾക്കൊരു ചായ കൊടുത്തു. അതിനുശേഷം സംവാദം ആംഗ്യത്തിലാവാന്ന് പറഞ്ഞു. ആര് തുടങ്ങുമെന്ന് ചോദിച്ചു. ഞാൻ താൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അയാൾ എന്താ ചെയ്തെന്നറിയാമോ? കണ്ണടച്ചിരുന്നിട്ട് ഒരു വിരല് കാണിച്ചുകൊണ്ട് എന്നെ കളിയാക്കിയതാണ്. പോടാ ഒറ്റക്കണ്ണൻ സന്യാസി. ഒരു വിരല് കാണിച്ചുകൊണ്ട് എന്നെ അയാൾ കളിയാക്കിയതാണ്. പോടാ ഒറ്റക്കണ്ണൻ സന്യാസി. ഞാനൊരു സന്യാസിയായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ 2 വിരല് കാണിച്ചുകൊണ്ട് പറഞ്ഞു, തനിക്കെങ്കിലും ഉണ്ടല്ലോ 2 കണ്ണ്. അയാൾ വീണ്ടും എന്നെ ദേഷ്യപ്പെടുത്തി 3 വിരല് കാണിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2 പേർക്കും കൂടി അവിടെ 3 കണ്ണാണ്. പിന്നെ എന്റെ കൺട്രോൾ വിട്ടുപോയി. മൂക്കിനിട്ട് നോക്കി ഒരു ഇടി കൊടുത്തു. കഥ തീർന്നു, കാര്യം ബാക്കി. ഇനി ഇവിടെ ഇരിക്കണം നിങ്ങൾ ഏത് സന്യാസിയാണ്? കൈയൊന്നും പൊക്കല്ലേട്ടാ, കൈയാരും പൊക്കല്ലേട്ടാ. ഇപ്പൊ മുഴുവൻ കൈപൊക്കലും കാലുപൊക്കലാണല്ലോ. ആരും കൈപൊക്കല്ലേ. നിങ്ങൾ ഹൃദയമൊന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, സന്യാസ ഭവനത്തിൽ സുപ്പീരിയറായ അംഗമായ, ഭർത്താവായ, ഭാര്യയായ, അപ്പനായ, അമ്മയായ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നെൽസൺ ജോബച്ചൻ പറഞ്ഞ ഉപമയില് നിങ്ങളിപ്പോൾ ഏത് സന്യാസിയാണ്? ഒറ്റക്കണ്ണൻ സന്യാസിയാണോ? വഴിപോക്കൻ സന്യാസിയാണോ? നമ്മുടെ ജീവിതത്തിലെ മനോഭാവങ്ങളാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരാളെപ്പോഴും നെഗറ്റീവാണ്. ഒറ്റക്കണ്ണ സന്യാസം 1 പറയുമ്പോൾ ഒറ്റക്കണ്ണ, 2 പറയുമ്പോൾ 2 പേർക്കും കൂടി നിനക്കാടാ 2 കണ്ണ്, 3 പറയുമ്പോൾ നമുക്ക് 2 പേർക്കും കൂടിയാണ്. മറിച്ച് വഴിപോക്കൻ സന്യാസി 1 പറയുമ്പോൾ ദൈവമെന്നും, 2 പറയുമ്പോൾ ബുദ്ധനെന്നും, 3 പറയുമ്പോൾ ബുദ്ധന്റെ പഠനമെന്നും, ഇടികൊള്ളുമ്പോൾ പോലും അവിടെ സന്ദേശം ഉൾക്കൊള്ളുകയാണ്. ഇപ്പൊ ബൈബിൾ കൺവെൻഷൻ അളക്കാനുള്ളതല്ല, വിധിക്കാനുള്ളതല്ല, മാർക്കിടാനുള്ളതല്ല. എന്തു നല്ല ആശയം, എന്തു നല്ല വാഗ്ധോരണി, എന്തു നല്ല സ്തുതിപ്പ്, അടിപൊളി സ്തുതിപ്പ്, അടിപൊളി ആരാധന. മാർക്കിടാനുള്ളതല്ല ബൈബിൾ കൺവെൻഷൻ. മറിച്ച് എന്നിലേക്കുള്ളൊരു യാത്രയാണ്, എന്നിലേക്കുള്ളൊരു യാത്രയാണ്, മറ്റുള്ളവരിലേക്കുള്ളൊരു യാത്രയാണ്, പ്രകൃതിയിലേക്കുള്ള യാത്രയാണ്. അത് അച്ഛൻ പറയും ഒരു സെൽഫിയാണ്. ധ്യാനം എന്ന് പറയുന്നത് ഈശോയോടൊപ്പം, തിരുഹൃദയനാഥനോടൊപ്പം ഒരു സെൽഫി എടുക്കണേ. ബൈബിളിലുള്ള കഥാപാത്രത്തിനോടൊപ്പം ഒരു സെൽഫി എടുക്കണേ. ധ്യാനം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കുള്ള യാത്ര. എൻ്റെ അപ്പനിലേക്ക്, എൻ്റെ അമ്മയിലേക്ക്, എൻ്റെ ഭാര്യയിലേക്ക്, എൻ്റെ ഭർത്താവിലേക്ക്, എൻ്റെ അയൽപ്പക്കക്കാരിലേക്ക്, എന്നെ ദ്രോഹിച്ചവരിലേക്കുള്ള ഒരു യാത്ര. ധ്യാനം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലേക്കുള്ള യാത്രയാണ്. അപ്പൊ 3 ഡയമെൻഷനാണ് ഈ ബൈബിൾ കൺവെൻഷൻ. എന്നിലേക്കുള്ള യാത്ര, മറ്റുള്ളവരിലേക്കുള്ള യാത്ര, പിന്നെ ആരിലേക്കുള്ള യാത്ര? പ്രകൃതിയിലേക്കുള്ള യാത്രയാണ്. നമുക്ക് ഈ ചിന്ത വെച്ചിട്ട് ചിന്തിക്കാം, എന്താണ് വചനം? എന്താണ് വചനം? യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനത്താൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, കാലത്തിന്റെ പൂർണ്ണതയിൽ വചനം മാംസം ധരിച്ച് നമ്മുടെ വസിച്ചു. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം ദൈവമാണ്, വചനം യേശുവാണ്, വചനം ആത്മാവാണ്. അപ്പൊ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു സെന്റൻസ്, പിതാവായ ദൈവം മക്കളായ നമുക്കെഴുതിയ 73 പ്രേമലേഖനമാണ് വിശുദ്ധ ഗ്രന്ഥം. പിതാവായ ദൈവം മക്കളായ നമുക്കെഴുതിയ 73 പ്രേമലേഖനമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാം. പിതാവായ ദൈവം മക്കളായ നമുക്കെഴുതിയ 73 പ്രേമലേഖനമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇപ്പോഴത്തെ പാപ്പ പറഞ്ഞിരിക്കുന്ന വചനം എന്താണ്? വചനം ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ് ദൈവവചനം. എന്താണ്? ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ് ദൈവവചനം. It is the word of God, is the signature of God's love. ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ് ദൈവവചനം. വീണ്ടും ജോൺ പോൾ II ഒരിക്കൽ പറഞ്ഞ കാര്യം, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യ കാരുണ്യമാണ് ദൈവവചനം എന്ന് പറഞ്ഞ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യ കാരുണ്യമാണ് ദൈവവചനം. അപ്പൊ 3 കാര്യങ്ങളാണ് നെൽസൺ ജോബച്ചൻ പറഞ്ഞത്. എന്താണ് ദൈവവചനം? എന്താണ് വിശുദ്ധ ഗ്രന്ഥം? പിതാവായ ദൈവം മക്കളായ നമുക്കെഴുതിയ 73 പ്രേമലേഖനമാണ് വിശുദ്ധ ഗ്രന്ഥം. വീണ്ടും എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യ കാരുണ്യമാണ്
ദൈവവചനം. ദൈവസ്നേഹത്തിന്റെ കയ്യൊപ്പാണ് ദൈവവചനം. ഇനി ഈ ദൈവവചനത്തെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ ഇതിൽ 82% ആശ്വാസവചനമാണ്. 82% നമ്മുടെ ബൈബിളിൽ എന്താ ഉള്ളത്? ആശ്വാസവചനമാണ്. 11% ഉപദേശവചനം. 11% ഉപദേശം. 7% മാത്രമേ ശാസനവചനമുള്ളൂ. അപ്പൊ ബൈബിള് പഠിക്കുമ്പോ, ബൈബിളിനെ നമ്മൾ വചനം എടുത്ത് പഠിക്കുമ്പോ 82% ആശ്വാസവചനം, 11% ഉപദേശവചനം, 7% ശാസനാവചനം. ഇനി എന്താണ് വചനം? ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ പെട്ടെന്ന് അച്ഛൻ പറയാം. 119 സങ്കീർത്തനം 105 വചനം. എന്താണ് ആ വചനം? അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇതെല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന 119 സങ്കീർത്തനം 105 വചനമാണ്. വചനം പാദങ്ങൾക്ക് വിളക്കാണ്. വചനം പാദങ്ങൾക്ക് വിളക്കാണ്. വീണ്ടും ഹെബ്രായർ ലേഖനം 4:12. ഇപ്പൊ വീട്ടിലിരുന്ന വചനം കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു കടലാസ് എടുക്കാം, എഴുതാവുന്നതാണ്. നാളെ വരുമ്പോൾ കൊണ്ടുവരാത്തവർക്ക് കൊണ്ടുവരാം. കാരണം ഞാൻ അടിസ്ഥാനം ബൈബിള് പറഞ്ഞുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് അച്ഛൻ കയറാം. ഹെബ്രായർ ലേഖനം 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളും വിവേചിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ ഹൃദയം കവരുന്ന വാളാണ് ദൈവവചനം. ഹൃദയം കവരുന്ന വാളാണ് ദൈവവചനം. അടുത്തത് ജെറമയ 23:29. നമുക്കറിയാം, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എനിക്ക് നിന്നെ കുറിച്ചൊരു അതല്ല, അത് 29:11. ഇത് 23:29. വചനം 23:29. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. എന്റെ വചനം അഗ്നി പോലെയാണ് എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കും. വചനം നമ്മളെ ശുദ്ധീകരിക്കും. അശുദ്ധമായ അധരത്തോടു കൂടിയാണെന്ന് പറഞ്ഞപ്പോ തീക്കട്ട കൊണ്ടുവന്ന് അവന്റെ നാവില് സ്പർശിച്ച സംഭവം ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശരിയല്ലേ? അത് അഗ്നിയാണ്, ശുദ്ധീകരിക്കണേ. വീണ്ടും ബാബേൽ ഗോപുരം മാറിയത് എങ്ങനെയാണ്? തീനാവിൻ രൂപത്തിൽ ആത്മാവ് പെന്തക്കോസ്ത സമയത്ത് വന്നു. തീനാവിൻ രൂപത്തിലാണ് വരുന്നത്. വിശുദ്ധീകരിക്കുക. നാവിനെ അല്ലെ, ചിതറിപ്പോയ നാവിനെ ഒന്നിപ്പിച്ച അഗ്നിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. റോമ 9:6. വചനം ഒരിക്കലും പരാജയപ്പെടില്ല. റോമാലേഖനം 9:6. വചനം ഒരിക്കലും പരാജയപ്പെടില്ല. അടുത്ത വചനം മാർക്കോസ് 13:30. നിങ്ങൾക്കറിയാം, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ഒരു പാട്ടില്ലേ? ആകാശം മാറും, ഭൂതലവും മാറും. ഓക്കെ, അത്ര മതി. ബാക്കി പാട്ട് നിങ്ങൾക്കറിയാം. അപ്പം പാട്ട് സുപരിചിതമാണ്. അടുത്തത് 1 തിമോത്തി 4:9. വചനം വിശ്വാസയോഗ്യമാണ്. വചനം വിശ്വാസയോഗ്യമാണ്. വെളിപാട് 10:10. വെളിപാട് 10:10. എസക്കിയേൽ 3:3 ഒറ്റ വചനമാണ്. വചനം തേൻ പോലെ മധുരിക്കും. വചനം തേൻ പോലെ മധുരിക്കും. വീണ്ടും യോഹന്നാൻ 1:14. എന്താണ് വചനം? വചനം യേശുവാണ്. വചനം യേശുവാണ്. വചനം യേശുവാണ്. വീണ്ടും 1 കൊറിന്തോസ് 1:18. വചനം ലോകത്തിന് ഭോഷത്തരമാണ്. വചനം ലോകത്തിന് ഭോഷത്വമാണ്. മത്തായി 8:16. വചനം സൗഖ്യം നൽകുന്നു. വചനം സൗഖ്യം നൽകുന്നു. ഈശോ പറയുമ്പോ അകലെയായിരിക്കുന്ന ശതാധിപന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുന്നു, രാജസേവന്റെ മകൻ സുഖം പ്രാപിക്കുന്നു, കാനാൻകാരിയുടെ മകൻ സുഖം പ്രാപിക്കുന്നു. എഫാത്ത എന്ന് പറയുമ്പോ തുറക്കപ്പെടുന്നു. തലീത്ത കുമി എന്ന് പറയുമ്പോ ബാലിക എഴുന്നേൽക്കുന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോ അഴുകിയ ലാസറ് പുറത്തു വരുന്നു. ശാന്തമാകും എന്ന് പറയുമ്പോ ശാന്തമാകുന്നു. അപ്പൊ വചനം എന്ത് നൽകുന്നു? സൗഖ്യം നൽകുന്നു. വീണ്ടും സങ്കീർത്തനം 19:7. വചനം പുതുജീവൻ നൽകുന്നു. 3 പേരെ കർത്താവ് പുതുജീവൻ നൽകിയില്ലേ? ജൈരിസിന്റെ മകൾ, വിധവയുടെ മകൾ, ലാസറ് പുതുജീവൻ നൽകുന്നു. യോഹന്നാൻ 15:3. വചനം ശുദ്ധീകരിക്കുന്നു.
വചനം ശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിൽ ചെന്ന് ഇരുന്ന് വചനം കേട്ട് കഴിയുമ്പോൾ നമുക്ക് അല്ലെ, വാസ്തവത്തിൽ അഗസ്തീനോസിന് എന്താ സംഭവിച്ചത്? അഗസ്തീനോസിനെ ശുദ്ധീകരിക്കുക ചെയ്തത്. മോനിക്കാമ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ എടുത്തു വായിക്ക് തോളയത്തിലേജ് അശരീരി കേൾക്കണേൻ ആളെടുത്തു വായിച്ചു. റോമാലേഖനം 13-ാം അധ്യായം അല്ലേ? നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണ്. പകൽ സമീപിച്ചിരിക്കുന്നു. മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ ഇനിമേൽ വ്യാപരിക്കരുത്. പ്രകാശത്തിന്റെ ആയുധം ധരിക്കുവിൻ. അപ്പൊ നമ്മൾ വിശുദ്ധീകരിക്കുന്ന വചനമാണ്. ഫ്രാൻസിസ് സേവറിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? മത്തായി 16:24, ഫ്രാൻസിസേ, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ ആത്മാവിന് പകരം എന്തു കൊടുക്കും? ഒറ്റ വചനമാണ്. അസീസി പുണ്യാളച്ചൻ കേട്ടു വചനം. നീ ആരെ സേവിക്കും? യജമാനെയോ ദാസനെയോ? വീണ്ടും മദർ തെരേസ കേട്ടു, എന്താണ്? എനിക്ക് ദാഹിക്കുന്നു. ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പൊ എല്ലാ വിശുദ്ധന്മാരുടെയും വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒറ്റ വചനമാണ് അവരെ പിടിച്ച് കുലുക്കിയതും അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്തത്. വീണ്ടും വചനം രക്ഷിക്കുന്നു. യാക്കോസ്ലീഹയുടെ ലേഖനം 1:21 വചനം രക്ഷിക്കുന്നു. അപ്പോൾ നെൽസൺ ജോബച്ചൻ ഇപ്പോൾ ബൈബിൾ കൺവെൻഷനില് പറഞ്ഞെന്താണ്? എന്താണ് ബൈബിൾ? ആ ബൈബിളിലെ വചനം എന്താണെന്ന് പറഞ്ഞു. ഇനി വചനം എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അത് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ വചനം എന്നുള്ള വാക്കിലേക്ക് കൊണ്ടുവന്നത്. അടിസ്ഥാനം ഇട്ടിട്ടാ കൊണ്ടുപോകുന്നത്. വെറുതെ ബൈബിൾ കൺവെൻഷൻ കൂടിയുണ്ടായില്ല. അടിസ്ഥാനപരമായിട്ട് കേട്ട് എന്താണ് ബൈബിൾ എന്നും ആ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നും ആ വചനം എന്താണെന്നും എങ്ങനെയാണ് ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ വചനം അനുതാപത്തോടെ കേൾക്കണം. യെശയ്യാ 66:2 അനുതാപത്തോടെ കേൾക്കണം. സ്നാപയോഹന്നാന്റെ വചനം കേട്ടിട്ട് അനുതപിച്ചുകൊണ്ട് ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞു, ഇല്ലാത്തവർക്ക് കൊടുക്കും. വീണ്ടും ചുങ്കക്കാർ വന്നു, കണ്ണുരുട്ടി പേടിപ്പിക്കരുത്, അന്യായമായി ഈടാക്കരുത്. പിന്നെ പട്ടാളക്കാർ വന്നു, അവർക്ക് കൊടുത്ത ഡോസ് ഇത്തിരി കൂടുതലാ അല്ലേ? അവർക്ക് കൊടുത്തത് 3 ഡോസാണ് സ്നാപയോഹന്നാൻ കൊടുത്തത്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ അനുതാപത്തിന് കേട്ട് ഹെസക്കിയുടെ കാലില് ഉണങ്ങാത്ത മുറിവാണ്. 2 രാജാക്കന്മാർ 20:20 ഉണങ്ങാത്ത മുറിവ് നമുക്കറിയാം. യേശയ്യാ വന്നിട്ട് പറഞ്ഞു, വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, അല്ലെങ്കിൽ നീ മരിക്കും. ആൾ എഴുന്നേറ്റ് മുഖം മതിലിന് നേരെ വെച്ച് കരഞ്ഞു. അനുതാപത്തിന് വചനം കേട്ടപ്പോ യേശയ്യാ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥന, അനുതാപത്തിന്റെ കണ്ണുനീര് തമ്പുരാൻ കേട്ടു. 3 ദിവസത്തിനുള്ളിൽ നീ ആലയത്തിൽ പ്രവേശിക്കും. 15 വർഷം കൂടി നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പൊ നമ്മള് അനുതാപത്തോടെ കേൾക്കണം. 2, വചനം അനുവർത്തിക്കണം. നമ്മുടെ മുണ്ടഞ്ചേരിയച്ഛന്റെ പാട്ടില്ലേ, യേശുവിന്റെ സുവിശേഷം ശാന്തി നൽകും സുവിശേഷം, ധ്യാനിക്കാം ജീവിക്കാം ലോകം മുഴുവൻ അറിയിക്കാം. എന്താണ്? ധ്യാനിക്കാം ജീവിക്കാം ലോകം മുഴുവൻ അറിയിക്കാം. ഇതാണ് ലൂക്ക 10:38-42. ലാസറിന്റെ കുടുംബം, അവിടെ 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? മേരി, മാർത്ത, ലാസർ. അത് പ്രതീകമാണ്. പ്രാർത്ഥന, പ്രവൃത്തി, പ്രഘോഷണം. 3 വ്യക്തികളാണ് അവിടെ ഉള്ളത്. ആരൊക്കെയാണുള്ളത്? മേരി, മാർത്ത, ലാസർ. ശരിയല്ലേ? അതെന്താണ്? കോണ്ടംപ്ലേഷൻ, ആക്ഷൻ, പ്രൊക്ലമേഷൻ. ഞാൻ മലയാളത്തിൽ പറഞ്ഞേക്കാം കേട്ടോ. കോണ്ടംപ്ലേഷൻ, ആക്ഷൻ, പ്രൊക്ലമേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥന, പ്രവൃത്തി, പ്രഘോഷണം. അതാണ് വചനം. ഇപ്പൊ സുവിശേഷമാകണം, സുവിശേഷമേകണം. നമ്മുടെ സുവിശേഷമാകണം അല്ലേ? അല്ലാണ്ട് നാട്ടുവിശേഷം ആകരുത്. നമ്മുടെ സദ്വാർത്തയാകണം, പത്രവാർത്തയാകരുത്. അതാണ് കാര്യം. സദ്വാർത്തയാകണം, പത്രവാർത്തയാകരുത്. സുവിശേഷം ആകണം, നാട്ടുവിശേഷം ആകരുത്, വീട്ടുവിശേഷം ആകരുത്. ഓക്കെ. വചനം അനുവർത്തിക്കണം. യാക്കോബ് ശ്ലീഹ 1:22-25. യാക്കോബ് ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയാ. നമ്മൾ ദിവസവും കണ്ണാടി പോയി നോക്കും. അത് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോവുകയും ചെയ്യും. ശരിയല്ലേ? കണ്ണാടി നോക്കിയിട്ട് അല്ലേ, അതെല്ലാം മറന്നു പോകുന്ന, വിസ്മരിക്കുന്നവരെ പോലെ ആകരുത് ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങളെന്ന്. വീണ്ടും വചനം വിശ്വസിക്കണം. ഹെബ്രായർ ലേഖനം 4:2
ഹെബ്രായർ 11 എന്താ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? അദൃശ്യമായതുകൊണ്ട് ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ശരിയല്ലേ? അദൃശ്യമായതുകൊണ്ട് ലഭിക്കുമെന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം. നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്താണ്? നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്താണ്? ശ്വാസം. ഇല്ലാത്തത് എന്താ? വിശ്വാസം. നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്താണ്? ശ്വാസം. ശ്വാസം നിലക്കുമ്പോൾ അവൻ മണ്ണിലേക്ക് മടങ്ങും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് പിന്തിരിയും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വി വേണം. ശ്വാസമുണ്ട്, പിന്നെന്താണ്? വി ഇല്ല. വിശ്വാസം വേണം. എല്ലാം വിശ്വാസമല്ലേന്ന്? എല്ലാം വിശ്വാസമല്ലേ? വിശ്വാസമുണ്ടെങ്കിൽ മലയെ മാറ്റിമറിക്കാൻ സാധിക്കും. വിശ്വാസത്തോടെയാണ് എല്ലാം സംഭവിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വീണ്ടും 4-മതായി പ്രാർത്ഥനാപൂർവം കേൾക്കണം. വചനം എങ്ങനെ കേൾക്കണം? പ്രാർത്ഥനാപൂർവം. അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ ഇവിടെയുള്ള ജപമാല പ്രാർത്ഥനയിലുള്ള സഹോദരിമാര് വന്ന് ആദ്യം ജപമാല ചൊല്ലി, പിന്നെ സമയം ഉണ്ടായത് കാരണം കരുണയുടെ ജപമാലയും നമ്മൾ ചൊല്ലി. കൂടാതെ എനിക്ക് 3 ഗ്രൂപ്പുണ്ട്. ഈ കോവിഡ് തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ഇന്റർനാഷണൽ ലെവല് അമേരിക്ക, കാനഡ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ, ചൈന, ജപ്പാൻ, പിന്നെ അയർലൻഡ്, ഇംഗ്ലണ്ട്, ലണ്ടൻ, കേരളം. എനിക്ക് 3 ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് അച്ഛൻ എനിക്ക് തന്ന മാനാട്ടുകുളമ്പ് കൺവെൻഷന്റെ പടവും അതിൽ ഞാനൊരു റിക്വസ്റ്റും കൂടി ഞാൻ അയച്ചു. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ ഈ ചാനലും അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇത് വൈപ്പുംകര മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ പരിപാടിയുടെ ഇതിന്റെ ലിങ്ക് ഞാൻ ഇന്റർനാഷണൽ ലെവലില് അയച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രൈസ് ദി ലോർഡ്. ഇവർക്കൊരു കയ്യടി അടിച്ചിട്ടുണ്ടെന്ന് നമ്മളിന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ 2 കൂട്ടുകാരെ അപ്രീഷിയേറ്റ്. അവരിവിടെ ക്ഷമയോടെ കാത്തിരുന്ന് അച്ഛൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ക്യാമറ അങ്ങോട്ട് മൂവ് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ടൊക്കെ നോക്കി ഇരിക്കണേ. വി അപ്രീഷിയേറ്റ് യു. കൺഗ്രാറ്റുലേഷൻസ് മോനെ. വളരെ ശ്രദ്ധയോടെ നിങ്ങളെല്ലാം പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക. 4 ചാനലിൽ പോകുന്നുണ്ടെന്ന് നെൽസൺ ജോബൻ ചേട്ടൻ അറിയാം. ആദ്യം ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പം നമ്മള് പ്രാർത്ഥനാപൂർവം കേൾക്കണം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞതാണ്. അപ്പം അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ആരെയും നിർത്തിയില്ലെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. മിണ്ടാമടങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്, കോൺവെന്റുകളിൽ അറിയിച്ചിട്ടുണ്ട്, പിന്നെ പല കൂട്ടായ്മയിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കോവിഡ് ആയത് കാരണം നമ്മളിങ്ങനെ ഉയർത്തെഴുന്നേറ്റില്ല ആസറിനെ പോലെയൊക്കെ ഇരിക്കണേ. സാരമില്ല, അതും ഒരു എക്സ്പീരിയൻസ് ആണ്. സാരമില്ല, വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കണേ. ഇതൊരു ദൈവം നൽകിയ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം. വചനത്തിന് പഞ്ഞമുള്ള കാര്യമൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ഒരു പഞ്ചം വരുമെന്ന് അല്ലേ? അതൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, അടുത്തത് വചനത്തോട് സഹകരിക്കണം. വചനത്തോട് സഹകരിക്കണം. സഹകരണം ഇല്ലാതെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമോ? ഖാനായില് വെള്ളം വീഞ്ഞാക്കി മാറ്റത് എങ്ങനെ? ഭരണികളിൽ വെള്ളം നിറയ്ക്കുക. കർത്താവിന് പറയാൻ പോലെ ഭരണികളിൽ വീഞ്ഞു വന്ന് നിറയട്ടെ എന്ന് പറയാറുണ്ടല്ലോ. വന്നറിയൂല്ല, പക്ഷെ ചെയ്തില്ല. സഹകരണം. ഭരണിയിൽ വെള്ളം നിറക്കുവിൻ. എങ്ങനെ? വക്കോളം. പിശുക്കനല്ല കർത്താവ് പിശുക്കനല്ലെന്ന്. നമ്മളാണെങ്കിൽ പകുതി മതിയിടാന്ന് പറയും. കർത്താവ് പിശുക്കനല്ല. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയിട്ട് എത്ര ബാക്കി വന്നു? കർത്താവ് 2 കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 14, 13, 25 എഴുതിയെടുത്തോ സഹോദരി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13, 25 ഏകദിന കൺവെൻഷൻ. ആ കൺവെൻഷനില് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് എങ്ങനെയാണ്? സഹകരണം. എന്തുണ്ട് പങ്കുവയ്ക്കാൻ? വിണ്ണു തുറന്ന് മഞ്ഞ കൊടുത്തതുപോലെ അവർക്ക് അപ്പം കൊടുക്കായിരുന്നല്ലോ, കൊടുത്തില്ല. എന്തുണ്ടാ പങ്കുവയ്ക്കാൻ? അപ്പൊ അവിടെ എന്തുണ്ടായിരുന്നു? 5 അപ്പവും 2 മത്സ്യവും. അത് കർത്താവ് എന്ത് ചെയ്തു? അത് വാഴ്ത്തി മുറിച്ചപ്പോ എത്ര പുരുഷന്മാർ നിന്ന് തൃപ്തരായി. എന്റെ ചേട്ടന്മാരെ, അനുജന്മാരെ, നമുക്കൊരു കോംപ്ലിമെന്റ് ആണ് ട്ടാ. 5000 പുരുഷന്മാര്. നമുക്ക് ഇവരുടെ കണക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണല്ല. ഇപ്പൊ ദേവാലയത്തിൽ ഇവിടെ ഒരു അനുജൻ മാത്രമേ, ബാക്കിയെല്ലാം സ്ത്രീകളാണ്. അപ്പം ഇവര് എല്ലായിടത്തും ഉണ്ടാവും. കുരിശിന്റെ വഴിയിലും ഉണ്ടായി, കുരിശിന്റെ ചുവട്ടിലും ഉണ്ടായി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നോക്കിയത് ഇവര് തന്നെയാണ്. പത്രോസ് കാണിച്ചിട്ട് ആള് തള്ളി പറഞ്ഞിട്ട് പോയി കളഞ്ഞു. നിങ്ങളെ ഉണ്ടാവുള്ളൂ കർത്താവിന്റെ കൂടെ. കുരിശിന്റെ വഴിയെ കരയാനും ഒക്കെ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങളും എടുത്തോ ഒരു കോംപ്ലിമെന്റ് ആയിട്ട്. ഓക്കെ,
അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് ഏകദിന കൺവെൻഷനിൽ സഹകരണം ആവശ്യമാണ്. അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇനി 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ട്. മത്തായി 15, 32, 39. അവര് രാവിലെ തുടങ്ങി വചനം കേട്ടു. 3 ദിവസമായി. അവരാരെങ്കിലും പറഞ്ഞോ കർത്താവേ ദാഹിച്ചിട്ട് പാടില്ല, വിശന്നിട്ട് പാടില്ലെന്ന് പറഞ്ഞോ? ഇല്ല. കർത്താവ് അനുകമ്പയുള്ള ആളാ. ഈ വിശക്കുന്നവരോട് ബൈബിളിൽ ഭയങ്കര സ്നേഹമാ. പിതാവായ ദൈവം അല്ലേ, ഇതാ കാടപ്പക്ഷി കൊടുത്തു, ചുട്ടുപഴുത്ത പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, മഞ്ഞ കൊടുത്തു. ഏലിയായിക്ക് കാക്ക കൊണ്ടുവന്ന് അപ്പം കൊടുത്തു. നമ്മുടെ വൈപ്പും കറിയിൽ വല്ല കാക്കയും കൊണ്ടുവന്ന് അപ്പം തരുവാ. കാക്ക തട്ടിപ്പറിച്ചോണ്ട് പോയേ ചെയ്യുള്ളൂ. കാക്ക തട്ടിപ്പറിച്ചോണ്ട് പോവുള്ളൂ. ഇവിടെ കാക്ക അപ്പം കൊടുക്കണേ, ഇറച്ചി കൊടുക്കണേ, എന്തെല്ലാം പരിപാടി. ഡാനിയലിന്റെ സിംഹക്കൂട്ടിൽ അപ്പം എത്തിച്ചു കൊടുത്തു. അപ്പൊ ദൈവത്തിന് വിശക്കുന്നവരോട് വലിയ സഹകരണമാണ്. പക്ഷേ എന്തു വേണം? വിധവയോട് പറഞ്ഞു എനിക്കല്പം കുടിക്കാനും തിന്നാനും താ. അതങ്ങോട്ട് കൊടുത്തിട്ട് അക്ഷയപാത്രമായിട്ട് മാറി. അക്ഷയപാത്രമായിട്ട് മാറി. ഭാരതത്തിൽ ഈ പഞ്ചപാണ്ഡവന്മാരുടെ ചരിത്രത്തിലാണ് അക്ഷയപാത്രം. അതിനേക്കാൾ മുൻപ് നമ്മുടെ ബൈബിളില് എഴുതി വെച്ചേക്കുന്നതാണ് അക്ഷയപാത്രം. അതാണ് വിധവയുടെ വെള്ളവും അപ്പവും. കുടത്തിലെ എണ്ണ വറ്റിയില്ല, കലത്തിലെ മാവ് തീർന്നുപോയില്ല. ഹല്ലേലൂയ. പറഞ്ഞു വെച്ചത് എന്താണ്? വചനത്തോട് സഹകരിക്കണം. അപ്പോ കല്ലുരുട്ടി മാറ്റുവിൻ. ഈശോയ്ക്ക് പറയാമായിരുന്നില്ലേ കല്ലുരുണ്ട് പോട്ടെ? പറഞ്ഞില്ല. കല്ലുരുട്ട് മാറ്റുവിൻ. ശവമഞ്ചം താഴെ വയ്ക്ക്, കൈ നീട്ട്, ശീലോഹായിൽ പോയി കഴുക. വചനത്തോട് സഹകരിക്കണം. സഹകരിച്ചാൽ മാത്രമേ അത്ഭുതങ്ങൾ ഉണ്ടാകുകയുള്ളൂ. വീണ്ടും ദൈവസ്നേഹം ഉണ്ടാവണം. എന്തുണ്ടാവണം? ദൈവസ്നേഹം ഉണ്ടാവണം. വചനം ശ്രവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയും ഉണ്ടാവണം.